ദിവ്യകാരുണ്യത്തോട് ചേർന്നിരുന്നവരെയെല്ലാം ദൈവം തെരഞ്ഞെടുക്കുകയും അവരെ പുതിയൊരു പെന്തക്കുസ്തയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ രൂപപ്പെട്ട ഫിയാത്ത് മിഷൻ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സ്വീറ്റ്ലി ജോർജ് എന്ന വ്യക്തിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഫിയാത്ത് മിഷൻ്റെ സ്ഥാപകനും എല്ലാമാണ് തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂർ ഇടവകക്കാരനായ സ്വീറ്റ്ലി. പേരിൽ പറയുന്ന പോലെ വ്യക്തിത്വവും സ്വീറ്റാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് എങ്ങനെ ഒരു അൽമായൻ എന്ന നിലയിൽ സാക്ഷ്യം വഹിക്കാം എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായൊരു മാതൃകയാണ് സ്വീറ്റ്ലിയുടെ ജീവിതം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനം, അത് ലോകമെങ്ങും പ്രാവർത്തികമാക്കാൻ വേണ്ടി സ്വീറ്റ്ലി തൻ്റെ ജീവിതത്തെ ഒരു അൽമായ മിഷണറി എന്ന നിലയിൽ സമർപ്പിച്ചതാണ് ഇപ്പോഴത്തെ ഫിയാത്ത് മിഷൻ. രണ്ട് വർഷത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനമനുസരിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ശാന്തമായി ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആ വ്യക്തിയിലേക്ക് പുതിയൊരു പെന്തക്കുസ്ത കൊടുത്തതാണ് ഫിയാത്ത് മിഷൻ. എന്ത് പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന്, ഡിസൈൻമെൻറ്റ് ഓഫ് ഗോഡ് എന്ന് വിവേചിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ സ്വീറ്റ്ലി ചേട്ടൻ ഓരോ പുതിയ പ്രവർത്തനങ്ങളിലേക്കും കാലെടുത്ത് വയ്ക്കാറുള്ളൂ. എന്ത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എത്ര അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും സ്വീറ്റ്ലി ബ്രദർ പറയും, അത് കർത്താവ് ചെയ്തു തരും, കർത്താവിനോട് പറഞ്ഞാൽ മതി. ഈ കഴിഞ്ഞ 15 വർഷത്തെ ഈ ഫിയാത്തിനോട് ചേർന്നുള്ള പ്രവർത്തനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ അനുഭവവേദിയായിട്ടുണ്ട്. എല്ലാവരുടെയും മുന്നിലേക്ക് വരികയല്ല, പിന്നിൽ നിന്നുകൊണ്ട് സുവിശേഷം എന്ന സ്നേഹത്തെ പങ്കുവയ്ക്കാനുള്ളൊരു നല്ല മനസ്സുണ്ട്. ചിരിച്ചുകൊണ്ടും സ്നേഹം കൊണ്ടും ഈശോയുടെ സുവിശേഷം എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, ലോകരാജ്യങ്ങൾ വരെ എത്തിക്കണം. അതിന് ദൈവം വലിയ കൃപ കൊടുത്തു. ഞാൻ സ്വീറ്റ്ലിയിൽ കണ്ട വലിയൊരു നന്മ എന്ന് പറയുന്നത്, സ്വീറ്റ്ലി എല്ലാ തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയും സ്വീകരിക്കാൻ മാത്രമുള്ള വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായൊരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ആ ധ്യാനത്തിലുണ്ടായ ദൈവരാജ്യ അനുഭവം ജീസസ് യൂത്തിൻ്റെ ഭാഗമാകാനും അതുവഴി അനേകം യുവജനങ്ങളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനും കാരണമായി. ഞാൻ സ്വീറ്റ്ലിയായിട്ടുമായിട്ടുള്ള പരിചയം എൻ്റെ കുട്ടിക്കാലത്താണ്. വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് ജൈവായി ശുശ്രൂഷയിലൂടെ, ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ കുട്ടിക്കാലത്ത് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടനായിരുന്നു സ്വീറ്റ്ലി ചേട്ടൻ. തീർച്ചയായിട്ടും അന്നും ഈശോയുടെ വലിയ സ്നേഹം അനുഭവിക്കാൻ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്കും സുഹൃത്തുക്കളായ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഈശോയുടെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഞാൻ ജീസുവിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പുറത്ത് ജീസുവിന് അധികം പ്രയർ ഗ്രൂപ്പുകളില്ല, മെട്രോപൊളിറ്റൻ സിറ്റീസിലായിട്ടുണ്ട്. എങ്ങനെ സുവിശേഷം ഗ്രാമങ്ങളിൽ കൊടുക്കാം, അങ്ങനെ ഒരു ചിന്ത വന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് യൂത്ത് വാരണാസിയിൽ 1991
1 മാസത്തേക്ക് വേണ്ടി പോയി. പക്ഷേ ഞാൻ അവിടെ 2 മാസം നിന്നു. ആ 2 മാസം നിന്നതിനകത്താണ് ഞാനൊരു മിഷണറിയായി മാറിയത്. കാരണം അന്ന് ഞാൻ താമസിച്ച സ്ഥലത്ത് ഒരു അച്ഛനായിട്ട് ഒരു ഇന്ത്യയിലെ ഗ്രാമത്തിൽ ഭോജ്പൂരി മാത്രം സംസാരിക്കുന്ന, ഹിന്ദി പോലും അറിയാത്ത ആ ഒരു ഗ്രാമത്തിലേക്ക് ദിവ്യബലി അർപ്പിക്കാൻ പോയി. അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ ജീസസ് സഹോദരൻ മാത്രമായിരുന്നുള്ളൂ. ഞാൻ 2 കൂടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ വന്നു. അച്ഛൻ്റെ അടുത്ത് സഹായം ചോദിച്ച ആൾക്കാർ വന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടു. അച്ഛൻ പറഞ്ഞു, കേരളത്തിൽ 2 കരിസ്മാറ്റിക്കർ വന്നിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കാരണം ഞങ്ങൾക്ക് ഹിന്ദി പോലും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അവർ ഓരോരുത്തർ വന്നപ്പോഴും അവർ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ജന്മനാ കണ്ണ് കാണാത്ത ഒരു കുട്ടിയായിട്ടൊരു അമ്മ വന്നു. അങ്ങനെ സീറ്റ്ലിയും ടീമും ആ പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് ആ മകൾക്ക് കാഴ്ച ലഭിക്കാനായിട്ടിടയായി. ഈ അത്ഭുതം ആ കുട്ടിക്ക് കൂടുതൽ അത്ഭുതമായത് എനിക്ക് തന്നെയാണ്. ഞാൻ അന്നോട്ട് മിഷനെ സ്നേഹിക്കാൻ തുടങ്ങി, മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഒരു അനുഭവമാണ് എന്നെ ഒരു മിഷണറി ആക്കിയത്. സീറ്റ്ലി തൻ്റെ ബിസിനസ്സുകളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ ജീവിതം മുഴുവൻ സമയം ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ് നീ ഒരു ഫുൾ ടൈമർ ആവുന്നത്? നീ പ്രീച്ച് ചെയ്യാൻ പോയിട്ട് സമയലാണ്ടാണോ, അല്ലെങ്കിൽ കൗൺസിൽ ശുശ്രൂഷ ചെയ്തിട്ട് സമയലാണ്ടാണോ, അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്ത് നടന്നിട്ട്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല. ഞാൻ അങ്ങനെ ബിസി ആയിട്ടുള്ള ഒരാളെ അല്ല. ഞാൻ ബിസിനസ്സിൽ ബിസി ആയിരുന്നു. പക്ഷേ ബിസിനസ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, ഭാരത സുവിശേഷവൽക്കരണ ആഗോളസഭ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1.5-2 വർഷത്തോളം ഏതെങ്കിലും സ്ഥലത്ത് പോയി കാലത്ത് മൂന്നിരിക്കും, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം വേൾഡ് ഇവാഞ്ചലൈസേഷൻ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. ഈ 2 വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രി അവസാനത്തെ 8 ക്ലോസ് ചെയ്യും, തിരിച്ച് വീട്ടിൽ വരും. അതിൻ്റെ റൂട്ടീനായിരുന്നു. ഓഫീസിൽ പോകുന്ന പോലെ കാലത്ത് 8 ആരാധനയ്ക്ക് പോകാൻ, രാത്രി തിരിച്ചു വരും. ഇതെൻ്റെ ഒരു ശൈലിയായി മാറി. ഞാൻ ഫുൾ ടൈമായിട്ട് ഇറങ്ങി 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും GCന്ന് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും എൻ്റെ കൂടെ, അന്നൊരു മിനിസ്ട്രി ഇല്ല, ഫിയാത്ത് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഇല്ല. ഞങ്ങൾ ആദ്യത്തെ മാഗസിന് പേരിട്ടു ഫിയാത്ത് എന്നുള്ളത്. ഞങ്ങൾ ബാക്കിയുള്ളവർ വിളിക്കാൻ തുടങ്ങി. ഫിയാത്തുകാർ വന്നിട്ടുണ്ട്, എവിടെയെങ്കിലും ചെല്ലാന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മഠത്തിൽ ചെല്ലാന്നുണ്ടെങ്കിൽ ഫിയാത്തുകാർ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഫിയാത്തുകാരെന്ന് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഞങ്ങളെ ഫിയാത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിനെ കൂടെ പ്രാർത്ഥിച്ച് ഫിയാത്ത് മിഷൻ എന്നൊരു പേരിട്ടു. അങ്ങനെ ഞങ്ങൾ ഫിയാത്ത് മിഷൻ ആയതാണ്. ഞങ്ങൾക്ക് ഫിയാത്ത് എന്നുള്ള പേര് ഞങ്ങൾ സ്വീകരിച്ചു. ലെറ്റ് ഇറ്റ് ബി ഡൺ, സംഭവിക്കട്ടെ, മാതാവ് മാലായിക്ക് കൊടുത്ത മറുപടി ഫിയാത്ത്. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളൊരു ഫിയാത്ത് മിഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫിയാത്ത് മിഷൻ എന്നുള്ള പേര് ഞങ്ങൾ സ്വീകരിക്കാൻ ഉണ്ടായ കാരണം. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് ജെറമിയ പ്രവാചകനിലൂടെ അരുൾ ചെയ്ത ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിരന്തരം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പലർക്കും മാതൃഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥം ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ആ ഭാഷകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം വിവർത്തനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്താൻ സ്വീറ്റ്ലിയെ ദൈവം ഒരുക്കിയത്. എനിക്ക് തോന്നുന്ന ഏകദേശം 23 ഭാഷകളിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, ആഫ്രിക്കയിൽ, അങ്ങനെ മറ്റു പല രാജ്യങ്ങളിൽ അവിടെ ബൈബിൾ സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ബൈബിൾ എത്തിച്ചു കൊടുക്കാൻ, അച്ചടിച്ച് വിതരണം ചെയ്യാൻ വലിയ മിഷണറി ആയി പ്രവർത്തിച്ചിരിക്കുന്നു. ഇതൊരു വലിയ സേവനമാണ് സീറ്റ്ലിയുടേത്. അതുപോലെ തന്നെ ഈ ദൈവവചനം എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ധനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും സീറ്റ്ലി എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായിട്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന സമയം അനുസരിച്ചുണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം സീറ്റ്ലിക്കുണ്ട്. അത് ഒരു സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പതിഞ്ഞിരുന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു പുതിയൊരു പെന്തക്കോസ്തായാണ് സ്വീറ്റ്ലി ബ്രദറിലൂടെയും ഫിയാത്ത് മിഷണറിമാരിലൂടെയും സംഭവിച്ചത്. ഫിയാത്ത് മിഷൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ബൈബിൾ
ഇതുവരെ പ്രിൻ്റ് ചെയ്തിട്ടില്ലാത്ത ഭാഷകളിൽ, പ്രത്യേകിച്ച് ഗോത്രഭാഷകൾ, മറ്റുള്ള ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത് സൗജന്യമായി അച്ചടിച്ച് ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് സിഡ്നി ബ്രദറെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ വന്നിട്ടുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വൈദികൻ ഒരു പ്രസംഗത്തിൻ്റെ അകത്ത് പറഞ്ഞു, അവിടെ സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, കോളേജുണ്ട്, ഹോസ്റ്റലുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവരുടെ ഗോത്രഭാഷയിൽ ബൈബിളിലാന്ന് പറഞ്ഞു. അപ്പോൾ അത് കർത്താവിനെ ശരിക്കും തൊട്ടു ആ സമയത്ത് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അതിനെ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ ഫാദർ വർഗീസ് മേച്ചേരി സലീഷനാണ്, അച്ഛനെ ഞാൻ പോയി കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ ഞാൻ പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബിസിനസ്സിൽ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ അന്നും വിചാരിച്ച് ഞാനൊരു ബിസിനസ്സുകാരനാണെന്നാണ്. അച്ഛനത് അതിന് പണികൾ തുടങ്ങി. അങ്ങനെ 2010 ആദ്യത്തെ ബൈബിള് മറാം ഇൻഫാൾട്ട് ഐസിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബൈബിൾ ഇറങ്ങി. പ്രിൻ്റ് ചെയ്യുന്ന ഡിവൈൻ പ്രിൻറ്റേഴ്സിലാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ചെറിയ അഡ്വാൻസ് കൊടുത്തു. പ്രിൻറ്റിങ് തുടങ്ങി. അധികം കോപ്പികളില്ല, മറാം ഭാഷയിലുള്ള ബൈബിളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ റിലീസിൻ്റെ ഡേറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റിൻ്റെ അന്ന് ഞങ്ങൾ വെറും 4 കോപ്പി ബൈബിൾ അവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ ഞാൻ മണിപ്പൂർ ചെന്നിട്ട് ബൈബിൾ റിലീസ് ചെയ്തു. ബാക്കി ബൈബിൾ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ മുഴുവൻ അടയ്ക്കണം അവിടുത്തെ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, പലരോടും ചോദിച്ചു പൈസ. ആരും പൈസ തന്നില്ല. തിരിച്ച് മണിപ്പൂരിൽ നിന്ന് എത്തിയിട്ട് എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നത് പ്രസ്സിലത്തെ ആൾക്കാരാരെങ്കിലും വിളിക്കും, പൈസ ഒന്ന് തരിക, എന്നാ ബൈബിൾ കൊണ്ടുപോകുക. വിചാരിച്ച പോലെ തന്നെ പ്രസ്സിൽ നിന്ന് ഫോൺ വന്നു, ബൈബിൾ എന്നാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ പൈസ മുഴുവൻ തന്നൂലോ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് 3 പേരുടെ പേര് കർത്താവ് തന്നതിനകത്ത് ഒരാൾ നേരിട്ട് പ്രസ്സിൽ ചെന്നു. എൻ്റെ ബില്ല് എത്ര ബാക്കി ബാലൻസ് അടയ്ക്കാനെന്ന് ചോദിച്ചു. അതുണ്ടായിരുന്ന മുഴുവൻ എമൗണ്ടും ആളടച്ചു. ആ ഫുൾ എമൗണ്ടും, അത് ഏകദേശം 13 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ മൊത്തം ഒരാളെ അടച്ചു. അങ്ങനെ ഓരോ ദിവസവും സ്ട്രഗിൾസ് ഇല്ല എന്നുള്ളതല്ല, ടെൻഷൻ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ കർത്താവ് എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ബൈബിള് കർത്താവ് ക്രമപ്പെടുത്തിയത്. പിന്നെ അവിടെ നിന്നാണ്ട് കർത്താവിൻ്റെ ഒരു അത്ഭുതമായിരുന്നു ബൈബിൾ മിനിസ്ട്രിയിൽ കടന്നതിന് ശേഷം. രണ്ടാമത്തെ ബൈബിള് അടിക്കുന്നത് കർബി ഭാഷയിലാണ്, ഡിഫോഡ് ഐസിന് വേണ്ടി ആസാമിൽ. പിന്നെ ഹിന്ദി ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കോപ്പറേറ്റ് നമുക്കായി. പിന്നെ ലക്ഷക്കണക്കിന് ബൈബിൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാവും, ഞങ്ങൾ ആ സബ്സിഡൈസ് ചെയ്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സമ്പൂർണ്ണ ബൈബിളെല്ലാം 50 രൂപയ്ക്കും പുതിയ നിയമം മുഴുവൻ വെറും 10 രൂപയ്ക്ക് കൊടുക്കണേ. ഞങ്ങൾക്ക് ചിലവ് പുതിയ നിയമത്തിന് ഏകദേശം 100 രൂപ ചിലവുണ്ട്, ഹാർഡ് ബോണ്ട്. പക്ഷേ ഞങ്ങൾ 10 രൂപയ്ക്ക് കൊടുക്കണേ. ലക്ഷക്കണക്കിന് ബൈബിൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കർത്താവ് അതാത് സമയങ്ങളിൽ തന്നു തുടങ്ങി. ഞങ്ങൾക്ക് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന പ്രസ്സിൽ ഞങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടാണ്ടായി. ചങ്ങനാശ്ശേരിയുടെ ഐസിൻ്റെ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. 2 പ്രസ്സിലും പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ കിട്ടാണ്ടായി. ഞങ്ങളങ്ങനെ ചെറിയൊരു ബൈൻഡിങ് യൂണിറ്റ് തുടങ്ങി. അപ്പോൾ 2 സ്ഥലത്ത് പ്രിൻ്റ് ചെയ്യുന്നു. ബൈൻഡിങ് ആണ് ഇതിലെ ഏറ്റവും ഹെർക്കുലസ് ടാസ്ക്കാണ്. കാരണം അത് സമയമെടുക്കും, ആൾക്കാർ കുറേ വേണം. അങ്ങനെ ഏകദേശം അങ്കമാലി ഭാഗത്തുള്ള 10-60 ചേച്ചിമാർ വോളണ്ടിയർലിയും ഞങ്ങളെ സഹായിക്കാൻ വന്നു. അങ്ങനെ ബൈൻഡിങ് യൂണിറ്റ് ഞങ്ങൾ തുടങ്ങി. അത് ഈ 2 സ്ഥലത്ത് പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ കിട്ടാണ്ടായി. അങ്ങനെ മൂന്നാമതൊരു പ്രൈവറ്റ് പ്രസ്സിൽ 3 സ്ഥലത്ത് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ബൈൻഡിങ്ങിന് ഏകദേശം 100 പേരൊക്കെയായി. ബൈൻഡിങ് നടക്കണം. എല്ലാ മാസവും ലോഡ് കണക്കിന് ബൈബിൾ പോകാൻ തുടങ്ങി. ഇതിനുള്ള പേപ്പർ മേടിക്കാനുള്ള പൈസയും എല്ലാം കഥ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സമയങ്ങളിലെല്ലാം എങ്ങനെയാണ് ഫണ്ട് വേണമെന്ന് അറിഞ്ഞുകൂടാ ബൈബിൾ പ്രിൻ്റിങ് ഉള്ളത്. കർത്താവ് എത്തിക്കുന്നുണ്ട്. അത് ആ സമയങ്ങളിൽ കർത്താവ് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവ് പടിപടിയായിട്ട് ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരാൾ ഒരു 10 ഏക്കർ സ്ഥലം ഒറീസയിൽ തന്നു പ്രസ് പണിയാനായിട്ട്. ഇപ്പോൾ അവിടെ പ്രസ് പണി തുടങ്ങി. പ്രസ്സിൻ്റെ പ്രിൻറ്റിങ് തുടങ്ങി. ഫസ്റ്റ് സ്റ്റേജ് പ്രിൻറ്റിങ് പ്രസ്സായി. പ്രിൻറ്റിങ് ഇപ്പോൾ അവിടെയാണ് നടക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ അടുത്ത 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ, അതായത് 5 ലക്ഷം ബൈബിൾ വരെ ഒരു മാസം അടിക്കത്തക്ക വണ്ണം കർത്താവ് ഞങ്ങളെ വളർത്തും. ഇപ്പോൾ ഏകദേശം 50,000 തൊട്ട് 1 ലക്ഷം ബൈബിൾ വരെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളെ വളർത്തി. അടുത്ത 3 വർഷത്തിനുള്ളിൽ 5 ലക്ഷം ബൈബിൾ ഒരു മാസം ഇറക്കാൻ പറ്റും കർത്താവിൻ്റെ കൃപയാൽ. ആഫ്രിക്കയിലുള്ള 2 ഭാഷകൾ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. 3 ഭാഷയിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. 24 രാഷ്ട്രങ്ങൾ സംസാരിക്കുന്ന അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫ്രഞ്ച് ഭാഷയിലുള്ള ബൈബിളിൻ്റെ കോപ്പറേറ്റ് നമുക്കാണ്. ഇപ്പോൾ നമുക്കുള്ള ഫ്രഞ്ച് ബൈബിളിൻ്റെ പ്രിൻറ്റിങ് തുടങ്ങി. കർത്താവിൻ്റെ കൃപയാൽ അതും, അതായത് 26 രാഷ്ട്രങ്ങളിലേക്കുള്ള ബൈബിൾ ഇവിടുന്ന് ഒറീസയിൽ നിന്നാണ് പോവുക. കർത്താവ് ആ തരത്തിൽ കർത്താവ് വളർത്തി. സാധാരണമായ കാര്യങ്ങളെല്ലാം
അസാധാരണമായ കാര്യങ്ങൾ ഈ സഹോദരനിലൂടെ ദൈവം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും ദിവ്യകാരുണ്യത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവം പ്രവർത്തിച്ചതാണ്. എവിടെയെല്ലാം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ശാന്തമായി ഇരിക്കുന്നുണ്ടോ, ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുന്നുണ്ടോ, അവിടെ ഹൃദയം വെക്കുന്നുണ്ടോ, ആ വ്യക്തികളെ എല്ലാം ദൈവം തെരഞ്ഞെടുക്കും. അവരിലൂടെയൊക്കെ പുതിയൊരു പെന്തക്കോസ്ത ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കും. ബൈബിൾ അധിഷ്ഠിതമായ മിഷൻ പ്രവർത്തനങ്ങൾ ഇനിയും നന്നായി പ്രവർത്തിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സ്വീറ്റ്ലിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരെ ഫിയാത്ത് മിഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന കൊടുങ്കാറ്റിൽ ഫിയാത്ത് മിഷന്റെ തോണി ആടി ഉലഞ്ഞപ്പോഴെല്ലാം ശിഷ്യന്മാരെ പോലെ തന്നെ ഈശോ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ ഫിയാത്ത് മിഷനും സാധിച്ചു. ആ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ബ്രദർ സ്വീറ്റ്ലി. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പാടോടെ കടന്നു പോയിട്ടുണ്ട്. ഒരാൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും കഷ്ടപ്പാടോടെ കടന്നു പോവാണ്. അങ്ങനെ പോണ സമയത്ത് ഞങ്ങളുടെ ഓഫീസിലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഫെയ്ത്ത് ലെവലിൽ അത്രയില്ല. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യാണ് ഓഫീസിലെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട്, നമുക്ക് 3 ദിവസം ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ വേണ്ടി. അത് പറഞ്ഞപ്പോൾ മീഡിയയിലുള്ള ആൾക്കാരെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതായത് 3 ദിവസം പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അന്ന് ഏകദേശം 1.5 കോടിയോളം കടമുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പൈസ വരല്ലേ. ഉപവാസം തുടങ്ങി. അപ്പോൾ അവർ എൻ്റെ മുന്നോട്ട് നടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ആക്കി ചിരിക്കും. 3-ാമത്തെ ദിവസവും ഒന്നും സംഭവിച്ചില്ല. അതായത് വെള്ളിയാഴ്ച ഞങ്ങളുടെ ഉപവാസം കഴിയും. ഉപവാസം കഴിയണ അന്നും ഒന്നും സംഭവിച്ചില്ല, ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ അന്ന് രാത്രി കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഞങ്ങൾ ഫാദർ ഡാനിയൽ പോണത്തിങ്കലെ ഒരു കൺവെൻഷൻ, കൊറോണ സമയത്ത് ഒരു കൺവെൻഷൻ വരാൻ പറ്റുന്ന മാക്സിമം നമ്പർ 50 പേരാണ്. ബാക്കി എല്ലാം ഓൺലൈനിലാണ്. ആ സമയത്ത് അച്ഛൻ തിരുവനന്തപുരത്ത്, അന്ന് ഞങ്ങളുടെ ഫീസ്റ്റായിരുന്നു, മാർച്ച് 25-ാം തീയതി ഫിയാത്ത് മിഷൻ്റെ ഫീസ്റ്റായിരുന്നു. അച്ഛൻ അന്ന് ധ്യാനം തീരുന്ന അവസാനത്തെ ദിവസം അവിടുത്തെ പ്രസംഗിക്കുകയാണ്. ഇന്ന് ഒരു മിഷൻ മൂവ്മെൻറ്റിൻ്റെ ഫീസ്റ്റാണ്, അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം. ബൈബിൾ ഇല്ലാത്ത 23 ഗോത്ര ഭാഷകളിൽ ബൈബിൾ അടിച്ച് സൗജന്യമായി വിതരണം ചെയ്തു. പ്രിന്റിംഗ് കോസ്റ്റ് പോലും വാങ്ങിക്കാതെ മിഷണൽ പ്രദേശങ്ങളിലെ മെത്രാമാരുടെ കയ്യിൽ ബൈബിൾ കെട്ടുകൾ എത്തിച്ചു കൊടുത്തു. ഇന്ന് നമ്മള് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് ചെയ്യുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് സഹായിക്കുന്ന മിനിസ്ട്രികളിൽ ഒന്ന് ഫിയാത്ത് മിഷനാണ്. ഇന്ന് ഈ 300 മിഷണറിമാർക്ക് കുടുംബസ്ഥർക്ക് പേയ്മെന്റ് കൊടുക്കാൻ അവര് നട്ടം തിരിയുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് സുവിശേഷ വേലയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫിയാത്ത് മിഷനെ സഹായിക്കാം. നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ബൈബിൾ അടിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ. പൈസ കൊടുക്ക്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്ക്, അവര് സുവിശേഷ വേല ചെയ്യട്ടെ. ഒരുപാട് ഗോത്രവർഗക്കാര് ബൈബിള് വായിച്ചത് ഈ പാവം മനുഷ്യരുണ്ടായതുകൊണ്ടാണ്. ഒരുപാട് ഗോത്രവർഗക്കാർക്ക് യേശുവിനെ ബൈബിളിലൂടെ അറിയാൻ പറ്റിയത് നമ്മളാരും ഉണ്ടായിട്ടല്ല, ഈ പാവം മനുഷ്യരുണ്ടായിട്ടാണ്. അന്ന് തൊട്ട് ഒരു ആഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീടി. അത് കഴിഞ്ഞ് മാർച്ച് തൊട്ട് നവംബർ വരെ ഈ വീഡിയോ കറങ്ങിക്കൊണ്ടിരുന്നു. കൊറോണയുടെ നല്ല പീക്ക് ടൈമിൽ കർത്താവ് എല്ലാം ക്രമീകരിച്ചു. വെറും 3 മിനിറ്റിൻ്റെ ഒരു പ്രസംഗം കൊണ്ട് ഫിയാത്ത് മിഷനിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നല്ല ടൈറ്റിലൂടെ കടന്നു പോണ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മാത്യുച്ചൻ്റെ അടുത്ത് ചെന്നു. മാത്യു നാക്കന്മാർ അടുത്ത് ഞങ്ങൾ പലപ്പോഴും മാത്യുച്ചൻ്റെ അടുത്ത് എന്തൊക്കെ ടൈറ്റിൽ ഉണ്ടായിട്ടോ എന്നൊക്കെ ഞങ്ങൾ പോണ ഒരു സ്ഥലമാണ്. ആദ്യ സമയങ്ങൾ ഫിയാത്തിൻ്റെ ടൈറ്റിൽ വരുന്ന എപ്പോൾ വന്നാലും ഞങ്ങൾ ആദ്യം ചെല്ലുന്ന സ്ഥലമാണ് മാത്യു നാക്കന്മാർ അടുത്തേക്ക്. ഒരിക്കൽ ചെന്നപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം, അതായത് അച്ഛൻ അങ്ങനെ ശൈലിയുണ്ട്, പോക്കറ്റിൽ നിന്ന് കിട്ടിയ എല്ലാം പൈസ എടുത്തു. എന്നിട്ട് എനിക്ക് തന്നു. എന്നിട്ട് എൻ്റെ കൈൻ്റെ മുകളിൽ അച്ഛൻ കൈവച്ചു. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അച്ഛൻ പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ്: 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയ ഈശോയെ, ഇവരുടെ ആവശ്യങ്ങൾക്കെല്ലാം തികഞ്ഞ് ബാക്കി വരുവോളം
ഇത് തികയട്ടെ എന്ന് വേണ്ടി പൈസ തന്നു. ഈ പൈസ തന്നു. പിന്നെ മലവെള്ളം വരുന്ന പോലെയായിരുന്നു പണ്ട് വന്നത്. ആ പ്രാവശ്യം ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളും അച്ഛൻ അന്നാ പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു വിട്ടു. അന്ന് മുതൽ ഫണ്ട് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഏത് സമയം ഇതേപോലൊരു ഒരു ബ്ലോക്ക് വരും, പ്രാർത്ഥിക്കും, കെട്ടഴിയും, വീണ്ടും വരും. ചിലപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളൊരു ശൈലി വേറെ കാര്യം, ഫിയാത്ത് മിഷനിൽ എല്ലാവരും ഒന്നിച്ച് കുമ്പസാരിക്കും. ചിലപ്പോൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തും. ഓരോ പ്രാവശ്യത്തെ വിടുതലിനും കർത്താവ് ഓരോ രീതികളും ഉപയോഗിക്കാം. ചിലപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് 33 വിശ്വാസപാഠം ചെല്ലും. ആ ചെല്ലി കഴിയുമ്പോൾ തന്നെ കർത്താവ് വിടുതൽ തരും. ഫിയാത്ത് മിഷൻ്റെ എക്സിബിഷനിലൂടെ, ഫിയാത്ത് മിഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യേശുവിൻ്റെ സുവിശേഷം ആയിരങ്ങളിലേക്ക് എത്തിക്കുവാൻ, അനേകം മിഷണറിമാരെ പ്രോത്സാഹിപ്പിക്കാൻ, മിഷൻ ദൈവവിളികൾ വർദ്ധിപ്പിക്കാൻ, അങ്ങനെ മിഷൻ പ്രവർത്തനത്തെ ഏറ്റവും നല്ല രീതിയിൽ ഒരു അൽമായ സാക്ഷ്യത്തോടെ തന്നെ വളർത്താനായി പ്രവർത്തിച്ചിട്ടുള്ള സ്വീറ്റ്ലിയുടെ ജീവിതത്തെ സഭ വളരെ അഭിമാനത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാ വർഷവും ആ മിഷനുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേദി ഒരുക്കുകയാണ് GGM എന്ന പ്രസ്ഥാനത്തിൽ കൂടി, ആ പരിപാടിയിൽ കൂടി ഇവിടെ ഫിയാത്ത് മിഷൻ നടപ്പാക്കുന്നത്. GGMന് വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് തന്നെ 24 മണിക്കൂറും മധ്യസ്ഥ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനകളുടെയാണ് GGMൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും സുവിശേഷം എത്തിക്കാൻ, മിഷൻ രാജ്യങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തുവാനും, അങ്ങനെ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ദൈവവിളി എന്ന മഹാദാനത്തെ കണ്ടെത്താനും, മിഷൻ ദേശങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാനും ഇവർ ചെയ്യുന്ന ഒരു ആഴ്ചയിലെ വലിയൊരു കോൺഫറൻസ്. അതിൽ മെത്രാന്മാരും വൈദികരും അല്ലാതെ എല്ലാ മിഷൻ ദേശങ്ങളിലെ ആൾക്കാരും വന്ന് ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷകളും അതുപോലെ പ്രാർത്ഥനാ ശുശ്രൂഷകളും പിന്നെ വലിയ വലിയ ക്യാമ്പുകളുമാണ്. ഞങ്ങൾ പറയാം, അന്ന് ഇതുപോലൊരു ക്യാമ്പ് ഇവിടെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു തിയോളജിയനായിട്ടുള്ള അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു, ഇത്രയും വലിയൊരു കൃപ നിറഞ്ഞ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സീറ്റ്ലി ചേട്ടനെ ഒന്ന് കാണണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും അച്ഛനും കൂടി ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ സീറ്റ്ലേട്ടനെ ഇവിടെ ഒന്നും കാണാനില്ല. സീറ്റ്ലേട്ടൻ എല്ലാത്തിൻ്റെ മുന്നിലുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ മുൻഭാഗങ്ങളിൽ വരുന്നില്ല. പിന്നിൽ നിന്ന് പ്രാർത്ഥന കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സഹായിക്കാം. അങ്ങനെ ഇവിടെയുള്ള ഊട്ടുമുറി ഭാഗത്തേക്കാണ് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഈ ഒരു ശുശ്രൂഷയുടെ സാധാരണ മനുഷ്യനായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ പലപ്പോഴും ഫിയാത്ത് മിഷൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് മിഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതിന് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരു മാസം തന്നെ വളരെ കുറച്ച് പേര് വരും. അപ്പോൾ ഞങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ അതായത് വളരെ കുറച്ച് പേർക്ക് വേണ്ടി ഞങ്ങൾ കുറേയധികം എഫേർട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അതേപോലെ തന്നെ മിഷനിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി, ഇവിടുത്തെ ആൾക്കാരെ മിഷൻ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ ആ സമയത്ത് കത്താവുന്ന ഒരു മെസ്സേജായിരുന്നു, ഒരു മിഷൻ്റെ തന്നെ ഒരു ഗാദറിങ്. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ സ്റ്റോൾസിൻ്റെ ഉള്ളിലേക്ക് പല ഡയസസിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു. ഏകദേശം 50 ഡയസസിൽ നിന്നൊക്കെ സാധാരണയിലേക്ക് വരും. അവർ സ്റ്റോൾഡും അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ഭാഷ എന്താണ്, അവിടുത്തെ ആവശ്യങ്ങൾ എന്താണ്, ഇതെല്ലാം പറയാനായിട്ട്. അപ്പോൾ അതിൽ ചെയ്യാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട് ഇതിലേക്ക് എത്താനായിട്ടുണ്ടായ കാരണം. കേരളത്തിൽ നമ്മൾ പള്ളികൾ പണിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പള്ളികൾ പണിതുകൊണ്ടിരിക്കണം. അവിടെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു വില്ലേജ് ചർച്ച് പണിയാനായിട്ട് വെറും 5 ലക്ഷത്തിൽ താഴെ മതി. പക്ഷെ എന്നാലും അവർക്കത് കണ്ടെത്താൻ പറ്റണില്ല. കുറേ സ്ഥലങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചാപ്റ്റർ പണിയാണ്ട് നിൽക്കുക സ്ഥലമുണ്ട്. ഇവിടെയാണ് കോടിക്കണക്കിന് രൂപയുടെ പള്ളികൾ പണിയുന്നത്. അപ്പോൾ ഇൻബാലൻസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂളിയപ്പെടണം. കേരളത്തിൽ 100 കണക്കിന് ധ്യാന മന്ദിരങ്ങൾ, 1000 ധ്യാന ടീമുകൾ, അനേകം അൽമായ ശുശ്രൂഷകർ, പക്ഷെ അവിടെ ആരുമില്ല. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പൂളിയണം. വൊക്കേഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂളിയണം. അപ്പോൾ അതെങ്ങനെ പറ്റും?
അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു ആശയമാണ് ഈ മിഷൻ കോൺഗ്രസ്. അങ്ങനെ ഇവർ സ്റ്റാളുകളിലും ഇവർ ആവശ്യങ്ങൾ പറയും. ഇൻ ഷോർട്ട് പറയാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ GGM 5ാമത്തെ തവണ ഞങ്ങൾ നടത്തിയ ഈ വർഷം 2024 5ാമത്തെ GGM നടത്തിയത്, മിഷൻ കോൺഗ്രസ് നടത്തിയത്. ആ സമയത്ത് വൊക്കേഷന് വേണ്ടി പേര് നടത്തുന്ന ആൾക്കാർ മാത്രം ഏകദേശം 350 പേരാണ്. ഇതിനോടകം ഫിയാത്ത് മിഷൻ പണിതിട്ടുള്ളത്, അതായത് പള്ളികൾ പണിതിട്ടുള്ളത് 100ന് മേലെ പള്ളികൾ പണിത് കഴിഞ്ഞു. എന്നെപ്പോലെ ലേ മിഷണറീസ് ഇവിടുന്ന് പോകാൻ തുടങ്ങി മിഷനിലേക്ക്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. മിഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അനേക പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടാണ് മിഷൻ കോൺഗ്രസ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എൻ്റെ കുടുംബം. ഇത് ഭാര്യ ബെറ്റ്സി. എനിക്ക് 6 മക്കളാണ്. ബെറ്റ്സി ഒന്ന് പരിചയപ്പെടുത്താം. മൂത്ത മോളുടെ പേര് എലിസബത്ത്. അവളുടെ കല്യാണം കഴിഞ്ഞു. എറണാകുളത്താണ് അവർ താമസിക്കുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് ജേക്കബ്. അവർക്കൊരു മകനുണ്ട്, 6.5 മാസം. രണ്ടാമത്തെ മോൻ ജോർജ്, അവനിപ്പോൾ കോയമ്പത്തൂർ പഠിക്കുകയാണ്. മൂന്നാമത്തെ ആൾ വർഗീസ്, അവൻ കാനഡയിൽ പഠിക്കുകയാണ്. 4ാമത്തെ ആൾ പാട്രിക്ക്, 5ാമത്തെ റാൽഫ്, 6ാമത്തെ മകൾ ഫൗസ്റ്റീന്. ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുവാനും ആ പദ്ധതിയോട് സമ്പൂർണമായി സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് മിഷനറി എന്ന് നാം വിളിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഫിയാത്ത് മിഷൻ. ഇതിന് നേതൃത്വം നൽകുന്ന ബ്രദർ സ്വീറ്റ്ലിയുടെ ശുശ്രൂഷ ജീവിതം നമുക്കും മാതൃകയാക്കാം.